ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റ് CA, CMA, CS എന്ന കോഴ്സുകളുടെ ഇൻ്ററിന് വേണ്ടിയുള്ള പോർഷൻ അത് മലയാളത്തിൽ പഠിപ്പിക്കാനായിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഇൻകം ടാക്സ് എന്ന് പറഞ്ഞത് വളരെ ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു സബ്ജക്റ്റാണ്. കാര്യം അതിന് അത്രയധികം സെക്ഷൻസും ക്ലോസസും ഒക്കെ ഉണ്ട്. വളരെ വോള്യൂമിനസ് ആണ്. ഒരു 800 പേജുകളുള്ള ഒരു ആക്റ്റാണത്. അപ്പോൾ അതിൽ അസസ്മെൻറ്റ് ഇയർ 25-26, അതായത് പ്രീവിയസ് ഇയർ 24-25 വേണ്ടിയുള്ള ആ ഒരു പോർഷനാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഇത് നമുക്ക് 2025 മെയ്യിലും സെപ്റ്റംബറിലും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം PGBP ആണ് പഠിപ്പിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. അത് വളരെ വലിയൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന് നമ്മൾ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷനാണ്. അതാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതിന് 2 ക്ലാസ്സായിട്ടായിരിക്കും തീർക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസ്സാണിത്. അത് സെക്ഷൻ 28ഉം സെക്ഷൻ 41ഉം നമ്മൾ കവർ ചെയ്യും. 41 പോർഷൻ മൊത്തം കവർ ചെയ്തിട്ട് 41 പോർഷനും സെക്ഷൻ 28 ക്ലോസ് 1 to 7 ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് സെക്ഷൻ 28 ആയിരിക്കും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമുക്കറിയാം, ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ അത് പല ഹെഡ്സ് അതിനകത്തുണ്ട്. അതിൽ നമുക്ക് സാലറി ഹെഡുണ്ട്. ദെൻ അഗെയിൻ നമുക്ക് അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, മൂന്നാമത്താണ് PGBP, 4 നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ, 5 ഇൻകം ഫ്രം അതർ സോഴ്സസ്. അങ്ങനെ 5 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് PGBP. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ പഠിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവൈഡ് ചെയ്തതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് ക്ലാസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് PGBP എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. PGBP എന്ന് പറയുമ്പോൾ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറയും. അപ്പം ബിസിനസ് എന്താണ്, പ്രൊഫഷൻ എന്താണെന്ന് ആദ്യം പറയണ്ടേ. എന്താണ് ബിസിനസ്? ബിസിനസ് എന്ന് പറഞ്ഞാൽ എനി എക്കണോമിക് ആക്ടിവിറ്റി ഡൺ വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഏണിങ് പ്രോഫിറ്റ്. നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന എന്ത് എക്കണോമിക് ആക്ടിവിറ്റിയും നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാം. അത് ഒരു ട്രേഡാവാം, കൊമേഴ്സ് ആവാം, ഓക്കെ, ഇല്ലെങ്കിൽ മാനുഫാക്ചറിങ് ബിസിനസ് ആവാം, ഇല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങുന്നൊരു വെഞ്ചറാവാം. പുതുതായിട്ട് തുടങ്ങുന്ന ഒരു വെഞ്ചർ, ഒരു അഡ്വഞ്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡൂയിങ് എനി ആക്ടിവിറ്റി ഫോർ ദ ഫസ്റ്റ് ടൈം വിത്തൗട്ട് നോയിങ് ഇറ്റ്സ് ഔട്ട്കം. നമുക്കൊരു വെഞ്ചർ, ഒരു അഡ്വഞ്ചർ ഉണ്ട്, നമുക്ക് അറിഞ്ഞുകൂടെ എന്തായിരിക്കും ഔട്ട്കം. അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം മാത്രമല്ല, നമ്മൾ ചില കേസുകളിൽ 1 ടൈം മാത്രം ചെയ്യും, ഒരിക്കൽ മാത്രം ചെയ്ത് കുറച്ച് ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സുകളാണ്. വർഷത്തിലൊരിക്കൽ മാത്രം ചെയ്ത് അതും ബിസിനസ്സായിട്ട് കണക്കാക്കത്തുള്ളൂ. അപ്പോൾ ഐസൊലേറ്റഡ് ആക്ടിവിറ്റി വിച്ച് ഹാസ് ആൻ എലമെൻറ്റ് ഓഫ് ട്രേഡ് ക്യാൻ ബി ടേംഡ് ആസ് ബിസിനസ്. ഇത് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 2 ക്ലോസ് 13 ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി പ്രൊഫഷൻ സെക്ഷൻ 236 പ്രൊഫഷൻ ഇൻക്ലൂഡ്സ് വൊക്കേഷൻ ആസ് വെൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രൊഫഷണൽ ഡിഫൈൻ ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ എന്താണ് പ്രൊഫഷൻ, എന്താണ് വൊക്കേഷൻ, സംശയം വരാം. പ്രൊഫഷൻ എന്ന് പറയുമ്പം അത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആയിരിക്കും. ആ സ്റ്റഡി നടത്തി നമ്മൾ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്, അല്ലേ? പ്രൊഫഷൻ ഇൻക്ലൂഡ്സ് വൊക്കേഷൻ ഓൾസോ.
Profession requires purely intellectual skill or manual skill on the basis of some special learning and qualification gathered through past training or experience. അല്ലേ, നമുക്ക് സ്കിൽസ് അക്വയർ ചെയ്യണം. സ്കിൽസ് അക്വയർ ചെയ്ത് ഒരു ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്ത്, ഓക്കെ, അതുപോലെ നമുക്ക് ട്രെയിനിങ് കിട്ടി, അത് എക്സ്പീരിയൻസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ജോലികളാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഫോർ എക്സാമ്പിൾ ഡോക്ടർ, എഞ്ചിനീയർ, ലോയർ, ഇതെല്ലാം പ്രൊഫഷൻസാണ്. പക്ഷേ വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ബന്ധമില്ല. ചിലപ്പോൾ നമുക്ക് ഫാമിലി ത്രൂ കിട്ടുന്നതാവാം. ചിലപ്പം ഒരു കാർപ്പൻ്റർ, അല്ലെങ്കിൽ ഒരു സ്വർണ്ണപ്പണിക്കാരൻ, ഗോൾഡ് സ്മിത്ത്, അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ വൊക്കേഷനും ഹോബിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഹോബി തന്നെ വൊക്കേഷനാണ്. പക്ഷേ വൊക്കേഷൻ ആകുമ്പം മസ്റ്റ് ഹാവ് സം ഏണിംഗ് ഫ്യൂച്ചർ. It can be treated as an earning meant which a man passes his life. അതിലൊരു ഏണിംഗ് ഉണ്ടാക്കി അതിലൂടെ ജീവിതം മാർഗം കണ്ടെത്തുന്ന വൊക്കേഷൻ ആവുന്നത്. ഒരു ഇത് തന്നെ, ഒരു ഹോബി തന്നെ. ഈ പ്രൊഫഷനും അതുപോലെ വൊക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, വൊക്കേഷൻ ഡസ് നോട്ട് റിക്വയർ എ ഡിഗ്രി ഓർ സ്പെഷ്യൽ ലേണിംഗ്. അതിൻ്റെ ആവശ്യം വരില്ല. ചിലപ്പോൾ ഫ്രം എക്സ്പീരിയൻസ് ആയിരിക്കും, എന്തെങ്കിലും സ്വന്തമായിട്ട് ലേൺ ചെയ്തതാവാം, അത് വെച്ചാലും ചെയ്യുന്നത്. അപ്പോൾ ഒരു കാർപ്പൻറ്ററോ പെയിൻറ്ററോ സ്കൾപ്ചറോ ഒക്കെ അതിനകത്ത് വരാവുന്നതാണ്. ഓക്കെ, ഇനി now let us see what is meant by profit. പ്രോഫിറ്റ് എന്താണ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് ക്യാൻ ബി ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്. അപ്പോൾ പ്രോഫിറ്റ് പൈസയായിട്ട് കിട്ടാം, പൈസ അല്ല മറ്റെന്തെങ്കിലുമായിട്ട് കിട്ടാം. പൈസ അല്ലാതെ എന്തെങ്കിലുമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ആ വാല്യൂ ഇൻകമായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഫോൺ കിട്ടുന്നു, നിങ്ങൾ ചെയ്ത ജോലിക്ക് കൂലിയായിട്ട് ഐഫോൺ തന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇൻകം തന്നെയാണ്. അതിൻ്റെ ഇക്വലൻ്റ് FMB കണ്ടിട്ട്, ഫെയർ മാർക്കറ്റ് വാല്യൂ കണ്ടിട്ട് അത് നിങ്ങൾ അക്കൗണ്ടായിട്ട് അത് നിങ്ങൾ ഇൻകമായിട്ട് അക്കൗണ്ട് ചെയ്യേണ്ടി വരും. ഇനി ക്യാപിറ്റൽ റിസീപ്റ്റ്സ്, ഈ PGBP ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ആ പ്രോഫിറ്റാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് റവന്യൂ റിസിപ്റ്റ്സ് മാത്രമേ നമ്മൾ അതിനകത്ത് കണക്കാക്കുകയുള്ളൂ. ക്യാപിറ്റൽ റിസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അതൊരു അസറ്റാണ്. അപ്പോൾ അത് അസറ്റ് വഴി വരുന്നതാണ്. അസറ്റ് വഴി വരുന്നത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ, അസറ്റ് വഴി കിട്ടുന്ന ലാഭം, അസറ്റ് കൈമാറ്റം ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്, അതിൽ കിട്ടുന്ന ലാഭം ക്യാപിറ്റൽ ഗെയിൻ ഹെഡിലാണ് പോകുന്നത്. അത് PGBP ഹെഡിൽ വരില്ല. അടുത്ത് വോളണ്ടറി റിസിപ്റ്റ്സ്. വോളണ്ടറി റിസിപ്റ്റ്സ് എന്ന് പറയുമ്പം voluntary payments received in the course of business or profession shall be treated as income in hands of the recipient. നമുക്ക് കിട്ടുന്ന വോളണ്ടറി ആയിട്ട് കിട്ടുന്ന പേയ്മെൻറ്റ്സ്, ഓക്കെ, ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ്, നമ്മൾ ബിസിനസ്സോ പ്രൊഫഷനോ ചെയ്യുമ്പോൾ കിട്ടുന്ന വോളണ്ടറി ആയിട്ടുള്ള പേയ്മെൻറ്റ്, നമ്മൾ ചോദിക്കാതെ ബില്ല് കൊടുക്കാതെ കിട്ടുന്ന പേയ്മെൻറ്റ്സ്, ഇല്ലെങ്കിൽ കിട്ടുന്ന ഗിഫ്റ്റ്, ഇതെല്ലാം വോളണ്ടറി റെസിപ്റ്റ്സാണ്. അങ്ങനെ നമ്മൾ കണക്കാക്കുന്നത് വോളണ്ടറി റെസിപ്റ്റ്സ് ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് ബിസിനസ് കണക്കാക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ നെക്സസ് ഓർ കണക്ഷൻ ബിറ്റ്വീൻ ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ആൻഡ് ദ പേയ്മെൻറ്റ് റിസീവ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സോ പ്രൊഫഷനുമായിട്ട് അതിനൊരു ബന്ധം ഉണ്ടായിരിക്കണം. ഈ കിട്ടുന്ന പേയ്മെൻറ്റുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം. നമ്മളൊരു ക്ലയൻറ്റ്, ഓക്കെ, നമുക്കൊരു ഗിഫ്റ്റ് തരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോയർ ഈസ് ഗെറ്റിംഗ് എ റോളക്സ് വാച്ച്. ഒരു വാച്ച് ഒരു ക്ലയൻറ്റ് ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ നമ്മൾ ബില്ല് കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ പ്രൊഫഷണൽ സർവീസിന് നമ്മൾ പേയ്മെൻറ്റ് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇൻ അഡീഷൻ ടു ദാറ്റ് ഒരു ഗിഫ്റ്റ് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ചോദിക്കാതെ തരികയാണ്, വോളണ്ടറി ആയിട്ട് തരികയാണ്. നമ്മൾ ചെയ്ത വർക്കിൻ്റെ ക്വാളിറ്റി വെച്ച്, ഇല്ലെങ്കിൽ നമ്മളൊരു കേസ്, ലോയർ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കേസ് ക്ലയൻറ്റിന് വേണ്ടി നമ്മൾ വിൻ ചെയ്തു, ഇല്ലെങ്കിൽ അയാൾക്കൊരു സ്റ്റേ വാങ്ങിച്ചു കൊടുത്തു. ഓക്കെ, അയാൾ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നുണ്ട് സ്റ്റേ കിട്ടാൻ വേണ്ടി, അവസാനം സ്റ്റേ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെയുള്ള കേസിൽ ആ കിട്ടുന്ന ഗിഫ്റ്റിൻ്റെ വോളണ്ടറി റെസിപ്റ്റിന് ഇൻകമായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ FMB കൊണ്ട് കൺവേർട്ട് ചെയ്തിട്ട് വരും. ആപ്ലിക്കേഷൻ ഓഫ് ദ ഗെയിൻസ് പ്രോഫിറ്റ് ഓർ ബിസിനസ് പ്രൊഫഷൻ ഈസ് ഇമ്മറ്റീരിയൽ. ഈ നമ്മൾ കിട്ടുന്ന പ്രോഫിറ്റ്, ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു, എന്തിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്നതിന് യാതൊരു പിന്നെ ഒരു പ്രാധാന്യം ഇവിടെയില്ല. ഓക്കെ, അത് നമ്മൾ ചിലപ്പോൾ ഒരു നല്ല കാര്യത്തിന് യൂസ് ചെയ്തേക്കാം, അല്ലെങ്കിൽ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കാം, ഇല്ലെങ്കിൽ എന്താ മാനുഷികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി
നമ്മൾ യൂസ് ചെയ്തേക്കാം. പക്ഷേ ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബിസിനസ്സിനകത്ത് നിന്ന് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ടാക്സ്, അത്രയും വേറൊന്നും അവിടെ നോക്കുന്നില്ല. അടുത്ത ലീഗാലിറ്റി ഓഫ് ഇൻകം, നിങ്ങൾ എങ്ങനെ പൈസ സമ്പാദിക്കുന്നു എന്നുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രശ്നമല്ല. നിങ്ങൾ ചിലപ്പം ഇപ്പം ഗുണ്ടാപിരിവ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഇല്ലീഗൽ ബിസിനസ് ചെയ്തായിരിക്കും പൈസ ഉണ്ടാക്കുന്നത്. എങ്ങനെ നിങ്ങൾ പൈസ ഉണ്ടാക്കും? നിങ്ങൾക്ക് ഇൻകം ഉണ്ട് എന്നുണ്ട്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, പ്രൊഫഷൻ ചെയ്യുന്നു, നിങ്ങൾക്ക് ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ വൊക്കേഷനിൽ അവിടെ നിങ്ങൾക്ക് ഇൻകം വന്നു. ആ ഇൻകം ലീഗൽ ബിസിനസ്സാണോ ഇല്ലീഗൽ ബിസിനസ്സാണോ ദാറ്റ് ഇസ് ഇമ്മറ്റീരിയൽ. എന്തൊരു ബിസിനസ് ആയാലും കിട്ടുന്ന ഇൻകത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള അവർക്ക് ഇൻകത്തിന് ടാക്സ് വാങ്ങിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ലീഗാലിറ്റി ഒന്നും അവരുടെ ഇഷ്യൂ അല്ല. ഓക്കെ, പക്ഷേ ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ആപ്ലിക്കേഷനോട് കിട്ടുന്ന ഇല്ലെങ്കിൽ ബിസിനസ്സിലൂടെ കിട്ടുന്ന പൈസ ഡിഡക്ഷൻ അതിന് അലോ ചെയ്യില്ല. ആ ഒരു ഇൻകത്തിന് ഡിഡക്ഷൻ അലോ ചെയ്യില്ല. ഓക്കെ, വൈൽ കമ്പ്യൂട്ടിങ് പ്രോഫിറ്റ്സ് ഓഫ് സച്ച് ബിസിനസ് കിട്ടില്ല. ഇൻകം ഫ്രം ഡിസ്റ്റിങ്ക്റ്റ് ബിസിനസ്സസ്. നൗ ഒരാൾക്ക് പല ബിസിനസ്സുകളാണ്. ചിലപ്പോൾ അയാൾക്ക് കൺസ്ട്രക്ഷൻ ബിസിനസ് ഉണ്ടാവാം, കൂടാതെ ഒരു ഷോപ്പ് ഉണ്ടാവാം, ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ടാവാം, എല്ലാ കോസ്മെറ്റിക് ബിസിനസ് ഉണ്ടാവാം. പക്ഷേ പല പല സോഴ്സ് പല പല ബിസിനസ്സുകൾ ഒരു അസസ് ചെയ്യുന്നുണ്ടാവും. അതിനെല്ലാം ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ബിസിനസ്സുകളാണ്. ഓക്കെ, അതിൻ്റെ പ്രോഫിറ്റ്സ് സെപ്പറേറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ അഗ്രഗേറ്റ് പ്രോഫിറ്റ് ഇതിൻ്റെ എല്ലാം കൂടി ഒരാളുടെ അസസ്സിയുടെ അഗ്രഗേറ്റ് പ്രോഫിറ്റ് കണക്കാക്കിയിട്ട് ആ പ്രോഫിറ്റിനാണ് ടാക്സ് കണക്കാക്കുന്നത്. ഒരു ബിസിനസ്സിൽ ലാഭമാകാം, ഒരു ബിസിനസ് നഷ്ടമാകാം. അപ്പോൾ അഗ്രഗേറ്റ് പ്രോഫിറ്റ് എടുക്കും. അഗ്രഗേറ്റ് പ്രോഫിറ്റ് എടുത്ത് അതിനാണ് ഇൻകം ടാക്സ് കണക്കാക്കുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ്സ്, ഈ പ്രോഫിറ്റ്സ് ടാക്സ് നമുക്ക് കിട്ടുന്ന ഗ്രോസ് റെസിപ്റ്റിന് മുകളിലല്ല ചെയ്യുന്നത്. ടാക്സ് കണക്കാക്കുന്നത് പ്രോഫിറ്റ് ഓർ ഗെയിനിന് മുകളിലാണ്. അപ്പം പ്രോഫിറ്റ് ഷുഡ് ബി കമ്പ്യൂട്ടഡ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ലോസസ് ആൻഡ് എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ഏണിംഗ് ഇൻകം ഇൻ ദ റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ്, പ്രൊഫഷൻ ഓർ വൊക്കേഷൻ. നമുക്ക് അലോബിളായിട്ടുള്ള എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിഡക്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്നും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആ പ്രോഫിറ്റിനാണ് ടാക്സ് കണക്കാക്കുന്നത്. അല്ലാതെ നമുക്ക് വരുന്ന റെസീപ്റ്റിനല്ല ടാക്സ് കണക്കാക്കുന്നത്. നോ, ഏതൊരു ഹെഡിനെ സംബന്ധിച്ചോളം ഏതൊരു നമുക്ക് പറഞ്ഞു 5 ഹെഡ് മെയിനായിട്ടുണ്ട്. അതിൽ ഏത് ഹെഡ് എടുത്താലും ആദ്യം നമ്മൾ ചെയ്യുന്നത് ചാർജബിലിറ്റി സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെ അത് നമ്മളതിനകത്ത് ചാർജ് ചെയ്യുന്നു, ഇൻകം ചാർജബിലിറ്റി എങ്ങനെയാണ് ചെയ്യുന്നത്? PGBP ഹെഡിൽ മെയിനായിട്ട് സെക്ഷൻ 28 ആണ് ചാർജബിലിറ്റി സെക്ഷൻ. കൂടാതെ നമ്മൾ സെക്ഷൻ 41-ൻ്റെ കുറച്ച് പാർട്ട് ഡീംഡ് ഇൻകം എന്ന് പറയുന്ന പോർഷൻ കൂടെ ഉണ്ട്. അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ 28 നമുക്ക് നോക്കാം. സെക്ഷൻ 28 ക്ലോസ് 1-ൽ പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം എനി ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ റിലവൻറ്റ് PY ഇസ് എൻ ഇൻകം ഫ്രം PGBP. അത് ബിസിനസ് ഇൻകോടെ കണക്കാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റോ ഗെയിനോ ഏത് ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ കിട്ടുന്നത് അത് നമ്മുടെ ആ ഒരു പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ഇൻകം, ആ ഒരു പ്രോഫിറ്റ് നമ്മൾ ബിസിനസ് ഇൻകമായിട്ട് കണക്കാക്കി ചെയ്യും. ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ആൾസോ. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കും. അത് നമ്മൾ താഴോട്ട് വരുമ്പോൾ മറ്റ് സെക്ഷനുകളിൽ എന്താണെന്ന് പഠിക്കും. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ നമ്മൾ ആക്ച്വൽ ട്രാൻസാക്ഷൻ നടത്താതെ മെയിനായിട്ട് ഷെയറിലും സെക്യൂരിറ്റീസിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇൻട്രാഡേയും ഇൻ്റർഡേയും ഉണ്ട്. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ വിത്തിൻ എ ഡേ നമ്മൾ ചെയ്യുന്ന ഷെയർ ട്രാൻസാക്ഷൻസ് ആണ്. അത് നമ്മൾ ആക്ച്വലി ഷെയർ വിൽക്കാതെയോ ഇല്ലെങ്കിൽ വാങ്ങിക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡേ എന്ന് പറഞ്ഞാൽ രാവിലെ 9:15 പിന്നെ ഷെയർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് 3:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പം ആ സമയത്തിനകത്ത് നമുക്ക് ഷെയറുകൾ വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അത് അതിനകത്ത് അക്കൗണ്ട് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ എടുത്തിരിക്കണം. ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. അത് എൻ്റെ ഡേ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഡിമാറ്റ് അക്കൗണ്ടിൽ അത് വരുള്ളൂ, ഇല്ലെങ്കിൽ വരില്ല.
അപ്പോൾ അത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ചേഞ്ച് വരാതെ ഇൻട്രാഡേയിൽ തന്നെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി സ്പെക്കുലേഷൻ വഴി നമ്മൾ ചില ഗസ് വർക്കൊക്കെ നടത്തി. ഓക്കെ, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷെയർ കാണുന്നു, അപ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെ എന്താണ് ഷെയറിൻ്റെ വാല്യൂ വളരെ കുറവാണ് സ്റ്റാർട്ടിംഗ് ഡേയിൽ. അപ്പോൾ നമുക്ക് നോക്കി നമുക്ക് ഷെയറിൻ്റെ വാല്യൂ 100 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ കരുതുന്നു ഓക്കെ നോ പ്രോബ്ലം, ഈ ഷെയറിൻ്റെ വാല്യൂ എന്തായാലും വൈകുന്നേരത്തിന് മുമ്പ് ഷെയർ കൂടും. അപ്പോൾ നമ്മളൊരു 100 ഷെയർ നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ചോദിക്കുന്നു, +100 എന്ന് പറഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്യുന്നു അതിനകത്ത്. അപ്പോൾ നമ്മളൊരു 100 അപ്പോൾ നമ്മളത് ശരിക്കും പൈസ കൊടുക്കുക വാങ്ങുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളൊരു ആ ഒരു ഇൻറ്റിമേഷൻ നമ്മൾ കൊടുക്കുന്നു, 100 ഷെയർ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുന്നു. അത് എൻഡ് ഓഫ് ദ ഡേ 100 എന്നുള്ള 120 നമ്മളത് വിൽക്കുന്നു. അപ്പോൾ അവിടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മളെ ഷെയറിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയത് വിറ്റു ആ ദിവസം വിത്തിൻ എ ഡേ 24 ഹവേഴ്സിൻ്റെ 24 ഹവേഴ്സ് അല്ല, വിത്തിൻ ആ ഒരു ഡേയ്ക്കകത്ത് ട്രാൻസാക്ഷൻ ഡേയ്ക്കകത്ത് നമ്മളത് വാങ്ങുകയും വിൽക്കുകയും ചെയ്തു. എൻഡ് ഓഫ് ദ ഡേ ഒരു ചേഞ്ചും ഇല്ല. പക്ഷേ ആ ഡിഫറൻസ് 10 റുപ്പീസ് വെച്ച് 100 ഷെയർ വാങ്ങിക്കുന്നെങ്കിൽ 2000 റുപ്പീസ് നമുക്ക് ഒരു സ്പെക്കുലേറ്റീവ് ഇൻകമായിട്ട് കിട്ടുന്നു. അതാണ് ശരിക്കും സ്പെക്കുലേഷൻ, ശരിക്കും സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന സ്പെക്കുലേഷൻ വഴി കിട്ടുന്ന ട്രാൻസാക്ഷൻസ് ഈസ് ചാർജബിൾ അണ്ടർ PGBP. ഇൻകം ഫ്രം ലെറ്റിംഗ് ഔട്ട് റെസിഡൻഷ്യൽ ഹൗസസ് ഓർ പാർട്ട് ദെയർ ഓഫ് ഇസ് ചാർജബിൾ അണ്ടർ ദ ഹെഡ് HP and not PGBP. അപ്പം വീട് വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന ഇൻകം അത് PGBP ഇൻകം അല്ല. ഈവൻ ദോ നമ്മുടെ മെയിൻ ബിസിനസ് അതായിരിക്കും, വേറെ ജോലിയൊന്നും കാണത്തില്ല, ഒറ്റ ജോലിയേ ഉള്ളൂ, വീട് എടുക്കുക, വാടകയ്ക്ക് കൊടുക്കുക, പൈസ വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അത് ഹൗസ് പ്രോപ്പർട്ടികളിലേ പോവുകയുള്ളൂ, PGBP ഹെഡിൽ വരികയില്ല. 22. Amount compensation received in connection with the termination modification of terms and conditions of any business contract agreement management agency. ഓക്കെ, അപ്പോൾ നമുക്ക് കോമ്പൻസേഷൻ റിസീവ് കിട്ടുന്നു എന്തായിട്ട് ഇൻ ടെർമിനേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻ. ഒരു നമ്മുടെ ഏജൻസിയുണ്ട്, ഏജൻസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ, അത് മോഡിഫൈ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരു കോമ്പൻസേഷൻ കിട്ടുന്നു. അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് മോഡിഫൈ ചെയ്യുന്നുണ്ട്, ഒരു കോൺട്രാക്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു കോമ്പൻസേഷൻ തരുന്നു, ഒരു ഏജൻസി ടെർമിനേറ്റ് ചെയ്യുമ്പോൾ കോമ്പൻസേഷൻ തരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ PGBP ഇൻകമായിട്ടാണ് കണക്കാക്കുന്നത്. Any compensation received by a person holding an agency in connection with termination of the agency or modification of any terms and conditions relating thereto. അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം നമുക്കിതിനകത്ത് നമുക്ക് 3-4 കാര്യങ്ങളുണ്ട്. അതായത് ഈ പല കമ്പനികളും, അപ്പോൾ അതിന് 3 കണ്ടീഷനുള്ളത് ഇന്ത്യൻ കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഏജൻസി ആയിരിക്കണം, അത് പറഞ്ഞു. രണ്ടാമത്തത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും കമ്പനി, അത് നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും കമ്പനി മാനേജ് ചെയ്യണം. അതുപോലെ പേഴ്സൺ ഹോൾഡിംഗ് ദി ഏജൻസി ഇൻ ഇന്ത്യ ഫോർ എനി പാർട്ട് ഓഫ് ദ ആക്ടിവിറ്റി റിലേറ്റിംഗ് ടു ബിസിനസ് ഓഫ് എനി അതർ പേഴ്സൺ. ഓക്കെ, വേറൊരു കമ്പനിയുടെ ഏജൻ്റായിട്ട് ഇന്ത്യയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കോൺട്രാക്റ്റ്, നമുക്ക് കോൺട്രാക്റ്റിനകത്തൊരു കണ്ടീഷനുണ്ട്, ആ കണ്ടീഷൻ വഴി നമുക്ക് കോമ്പൻസേഷൻ കിട്ടുവാണെങ്കിൽ അത് PGBPയിൽ വരില്ല. പക്ഷേ കോൺട്രാക്റ്റ് മോഡിഫിക്കേഷൻ ചെയ്യുന്നത് വഴി കിട്ടുന്ന കോമ്പൻസേഷൻ, ആ കോമ്പൻസേഷൻ മാത്രമേ നമുക്ക് PGBP ഇൻകമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, എ കോൺട്രാക്ട് ബൈ ABC Limited വിത്ത് സപ്ലൈ ഫോർ 1 crore, സപ്ലൈ റോ മെറ്റീരിയൽ വിത്തിൻ 30 days. അപ്പം ആ കണ്ടീഷൻ അനുസരിച്ച് 1 crore ഒരു കോൺട്രാക്റ്റ് 30 ഡേയ്സിനകത്ത് സപ്ലൈ ചെയ്യണം. അതിൻ്റെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ 0.5% പെർ മന്താണ്. അപ്പോൾ നമ്മൾ 2 മാസം ഡിലേ ആയി, 2 മാസം ഡിലേ ആകുമ്പോൾ എന്ത് പറ്റി, 0.5 × 2 1 lakh കോമ്പൻസേഷൻ തരേണ്ടി വരും. പക്ഷേ അത് ഓൾറെഡി എഗ്രിമെൻറ്റ് കണ്ടീഷനിലുണ്ട്, അതനുസരിച്ച് കോമ്പൻസേഷൻ കിട്ടുവാണെങ്കിൽ അത് PGBP കണക്കാക്കുകയല്ല. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ എഗ്രിമെൻ്റ് ഇല്ലായിരുന്നു, രണ്ടാമതൊരു കോൺട്രാക്ട് മോഡിഫിക്കേഷൻ വരുത്തി അത് ഒരു കോമ്പൻസേഷൻ ഇൻകമായിട്ട് കിട്ടുവാണെങ്കിൽ മാത്രമേ അതിൽ PGBP ഇൻകമായിട്ട് കണക്കാക്കുകയുള്ളൂ. Section 28(3).
28(3) പറയുന്നത് ഇൻകം ഫ്രം സ്പെസിഫിക് സർവീസസ് പെർഫോം ടു ഇറ്റ്സ് മെമ്പേഴ്സ് ബൈ എ ട്രേഡ് പ്രൊഫഷൻ ബിസിനസ് അസോസിയേഷൻ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അങ്ങനെ കിട്ടുന്ന സ്പെസിഫിക് സർവീസസ് ചെയ്തിട്ട് കിട്ടുന്ന ഇൻകം ഫോർ എ ട്രേഡ് അസോസിയേഷൻ, പ്രൊഫഷണൽ അസോസിയേഷൻ, ബിസിനസ് അസോസിയേഷൻ, അവർക്ക് കിട്ടുന്ന ഇൻകം, ആ ഇൻകം PGBP ഇൻകമാണ്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ, പക്ഷേ ഇത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഹൗസിംഗ് സൊസൈറ്റി കണക്കാക്കുന്നു. ഹൗസിംഗ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ഉണ്ട്, പല വീടുണ്ട്, ഓരോ വീടിനും ഒരു ഫീസ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്, കോമൺ സർവീസസ് ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്, അതിന് വേണ്ടിയാണ് പൈസ നമ്മൾ വാങ്ങിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 1000 rupees പെർ ഹൗസ് വെച്ച് വാങ്ങിക്കുന്നു. ഒരു 50 വീടുകളുണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ 50 ഗുണം 1000, ജസ്റ്റ് വിയർ കിട്ടി 50,000 രൂപ. ഈ 50,000 rupeesനകത്ത് ഒരു 30,000 നമ്മൾ ചിലവാക്കി, ബാക്കി 20,000 ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ പ്രോഫിറ്റ്. അത് ടാക്സബിൾ അല്ല. കാര്യം ദിസ് ഇസ് ബേസ്ഡ് അപ്പോൺ ദി പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി. അവരുടെ തന്നെ പൈസ അവർ കളക്ട് ചെയ്ത് അവർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു, അവരൊരു ബിസിനസ്സും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ വേറൊരു കേസ് എടുക്കാം. ഫിക്കി, ഫെഡറേഷൻ ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അവരുടെ ഒരു മെമ്പറിന് വേണ്ടി ഒരു മാർക്കറ്റ് സർവേ കണ്ടക്ട് ചെയ്യുന്നു. ആ മാർക്കറ്റ് സർവേ അവരൊരു സ്പെസിഫിക് സർവീസാണ്, ഒരാൾക്ക് വേണ്ടിയാണ് കണ്ടക്ട് ചെയ്തത്. എല്ലാ മെമ്പേഴ്സിനും വേണ്ടി കോമൺ ആയിട്ടുള്ളൊരു സർവീസ് അല്ലത്. അത് കണ്ടക്ട് ചെയ്യുമ്പോൾ അവരൊരു ചാർജ് ചെയ്തു, 60 lakhs ചാർജ് ചെയ്തു. അതിലവർക്ക് എക്സ്പെൻസ് 45 lakhs വന്നു. ബാലൻസ് 15 lakhs ഉണ്ടെങ്കിൽ 15 lakhs ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ പ്രോഫിറ്റ്. അത് PGBP ഇൻകം കണക്കാക്കാം. അതാ പറയുന്നത് ഇൻകം ഫ്രം സ്പെസിഫിക് സർവീസസ് പെർഫോംഡ് ബൈ ട്രേഡ് ഓർഗനൈസേഷൻ, പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഓർ ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, അസോസിയേഷൻ, some association. It is if you get some specific income from specific services, then it is a PGBP income. Section 28(3)(a), 3(b), 3(c). Now, ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എക്സ്പോർട്ട് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി പല ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഇമ്പോർട്ട് എൻറ്റൈറ്റിൽമെൻറ്റ് ലൈസൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഡ്യൂട്ടി ഡ്രോബാക്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഡ്യൂട്ടി ഫ്രീ റെപ്ലിനിഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ പലതരത്തിലുള്ള എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ട് എൻറ്റൈറ്റിൽമെൻറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 രൂപയ്ക്ക് നമ്മൾ എക്സ്പോർട്ടിംഗ് ആണെങ്കിൽ ഒരു 30%, മേ ബി 30%, 40%, ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് നമുക്ക് റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഗവൺമെൻറ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആയിരിക്കാം, ഇമ്പോർട്ട് റെസ്ട്രിക്ഷനുള്ള ഐറ്റം ആയിരിക്കാം. അപ്പം അത്തരം ചില ഐറ്റംസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ അതിന് ടാക്സൊക്കെ പേ ചെയ്യണം. നമ്മൾ ഇമ്പോർട്ട് ടാക്സൊക്കെ ഉണ്ട്, അതിന് എക്സൈസ് ഡ്യൂട്ടിയും ഇമ്പോർട്ട് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം പേ ചെയ്യണം. പക്ഷേ നമുക്കൊരു പെർമിഷൻ കിട്ടും അത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. Okay, import entitlement license is a permission to import some restricted items to a certain percentage of the export, and this is transferable. That is important. എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, വിൽക്കാൻ ചെയ്യാം. അപ്പോൾ ഒരു പെർമിഷൻ മാത്രമാണ്. ആ പെർമിഷൻ നിങ്ങൾ വിറ്റാൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആ സെയിൽ പ്രൊസീഡിങ്സ് ഫുള്ളി 100% PGBP ടാക്സബിൾ ആണ്. ഓക്കെ, രണ്ടാമത്തത് ക്യാഷ് അസിസ്റ്റൻസ് റിസീവ്ഡ് ബൈ എനി പേഴ്സൺ അഗൈൻസ്റ്റ് എക്സ്പോർട്സ്. ഓക്കെ, നമുക്ക് ചില ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് മറ്റൊക്കെ കിട്ടാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചില ഇൻസെൻറ്റീവ്സ് തരാം, ക്യാഷ് അസിസ്റ്റൻസ് തരാം. അങ്ങനെയുള്ളതെല്ലാം PGBP ഇങ്ങോട്ട് കണക്കാക്കും. എന്നാൽ കിട്ടുന്ന ഹെൽപ്പ് അസിസ്റ്റൻസ് കിട്ടുന്നത് കണക്കാക്കും. നമുക്ക് ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില ഐറ്റംസ് ഇവിടെ മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നു. ഈ മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റത്തിൽ ചില ഐറ്റംസ്, ചില ഇൻപുട്ട് റോ മെറ്റീരിയൽ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാവാം. അതിന് ടാക്സ് പേ ചെയ്താണെന്ന് നമ്മൾ ഇത് കൊണ്ടുവരുന്നത്, എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും കൊടുത്താലും കൊണ്ടുവരുന്നത്. അത്തരം ഡ്യൂട്ടി കൊടുത്തിട്ട് റോ മെറ്റീരിയലിൻ്റെ ഇല്ലെങ്കിൽ ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്ത ഐറ്റത്തിൻ്റെ ഇൻപുട്ട് ഐറ്റംസിന് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും, റീകൂപ്പ് ചെയ്യും. അത് റീകൂപ്പ് ചെയ്യുക എന്ന് പറയുമ്പം അതിന്
ഓൾ ഇൻഡസ്ട്രി റേറ്റ് എന്ന് പറഞ്ഞ റേറ്റ് ഓരോ ഇൻഡസ്ട്രിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ ബജറ്റ് കഴിയുമ്പോഴും ആ റേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ റേറ്റ് അനുസരിച്ചായിരിക്കും കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ടോട്ടൽ നമ്മൾ റോ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി എടുത്ത് ആ ക്വാണ്ടിറ്റി വെച്ച് എത്ര കണക്കാക്കിയല്ല ചെയ്യുന്നത്. ഓരോ ഇൻഡസ്ട്രിക്ക് ഇത്ര പെർസെൻറ്റേജ് കാൽക്കുലേറ്റ്. ഫോർ എക്സാമ്പിൾ കാർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി 20% കണക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, കാറിലൊക്കെ നമ്മൾ ആയിരക്കണക്കിന് കമ്പണൻസ് യൂസ് ചെയ്യുന്നിട്ട് പലതും മിനി ഇമ്പോർട്ടഡ് ആയിരിക്കും. അത് വെച്ചായിരിക്കും ചിലപ്പോൾ കാർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തരുന്ന ആ എക്സ്പോർട്ടിൻ്റെ ആ എക്സ്പോർട്ടിന് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് ഇതായിട്ട് കിട്ടും. ഈ ഇമ്പോർട്ട് എൻ്റർടൈൻമെൻറ്റ് ലൈസൻസിൽ നോ മണി ഈസ് ക്രെഡിറ്റഡ് ഹിയർ. ഇവിടെ നമ്മൾ യു വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ടു ദിസ് എഫക്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞ അടുത്ത ക്യാഷ് അസിസ്റ്റൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നമ്മൾ ക്യാഷ് അസിസ്റ്റൻസ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അതിവിടെ നമ്മൾ കണക്കാക്കും. ആ അസിസ്റ്റൻസ് കിട്ടുന്ന ഇൻസെൻറ്റീവ് എന്താണെന്ന് വെച്ചാൽ അത് ഒരു PGBP ഇൻകമാണ്. അടുത്തൊരു ഡ്യൂട്ടി ഡ്രോബാക്കാണ് അടുത്തൊരു അസിസ്റ്റൻസ് കിട്ടുന്നത്. ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് നമ്മൾ പറഞ്ഞു, എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. നമ്മളപ്പം അത് 100% ടാക്സിബിളാണ്. അപ്പം ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയലിൽ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടഡ് ഐറ്റംസിൻ്റെ മുകളിൽ കൊടുത്ത ടാക്സ് നമുക്ക് റീഫണ്ടായിട്ട് കിട്ടും. അതാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മൾ സംസാരിച്ചെടുത്തിന് മുമ്പ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പറഞ്ഞു ഓൾ ഇൻഡസ്ട്രി റേറ്റ് വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ റേറ്റ് ആയിരിക്കും ഉള്ളത്. ഈ ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടുമ്പോൾ ആ ഡ്യൂട്ടി ഡ്രോബാക്ക് ഒന്നുകിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാം, ഇല്ലെങ്കിൽ DEPB അക്കൗണ്ട്, ഡ്യൂട്ടി എൻ്റർടൈൻമെൻറ്റ് പാസ്ബുക്ക് അതിലേക്ക് പോകാം. ഡ്യൂട്ടി എൻ്റർടൈൻമെൻറ്റ് പാസ്ബുക്ക് അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് ഈ നമ്മുടെ റീഫണ്ട് ആവുന്ന എമൗണ്ട് അതിനകത്ത് വരാം. ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് അപ്പം നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ബാങ്കിലോട്ട് വരുമ്പോൾ അത് ടാക്സിബിളാണ്. അത് കഴിഞ്ഞ് നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ 100 രൂപ നമ്മുടെ DEPB അക്കൗണ്ടിലുണ്ട്. അത് നമ്മൾ ട്രാൻസ്ഫറബിൾ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. അവർ സിമിലർ ഇൻട്രസ്റ്റുള്ള വേറെ നമ്മൾ വിൽക്കുകയാണ്, 120 രൂപയ്ക്ക് വിൽക്കുന്നു. ഇത് ഡിഫറൻസ് 20 റുപ്പീസ് ആണെങ്കിൽ 20% ആണെങ്കിൽ ആ 20% നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, പ്രോഫിറ്റ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ഡ്യൂട്ടി എൻ്റർടൈൻമെൻറ്റ് പാസ്ബുക്ക് സ്കീം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ പ്രൊസീഡ്സ് ആൻഡ് ദ എമൗണ്ട് അവൈലബിൾ ഇൻ DEPB ഈസ് ടാക്സബിൾ അണ്ടർ PGBP. അടുത്തത് ഡ്യൂട്ടി ഫ്രീ റിപ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സർട്ടൻ പെർസെൻറ്റേജ് DFRC ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമുക്ക് ഈ നമ്മൾ എക്സ്പോർട്ടിന് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഫോർ എക്സാമ്പിൾ 1 crore ആണ്, അല്ലെങ്കിൽ 10 lakhs നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. അതിൽ 10% ആണ് DFRC പെർസെൻറ്റേജ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ 10% നമുക്ക് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള 1 lakhന് ഇക്വലൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുമ്പം നമുക്കതിന് ടാക്സ് കൊടുക്കേണ്ട. നമുക്ക് തോന്നുന്ന സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം പറഞ്ഞ റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ മാത്രം നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. അത് മാത്രം ആ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതും ട്രാൻസ്ഫറബിളാണ്. ഓക്കെ, അത് ഈ റിപ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടെന്നിട്ട് വേറെ നമുക്ക് വിൽക്കുകയോ ട്രാൻസ്ഫർ ചെയ്യാം. അതിൽ കിട്ടുന്ന സെയിൽ വാല്യൂ എന്ന് പറയുന്നത് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, നമ്മളിത് ഒരു എക്സാമ്പിൾ പറഞ്ഞത് 1 crore ആണ് എക്സ്പോർട്ടെങ്കിൽ നമുക്ക് ഡ്യൂട്ടി ഫ്രീ റിപ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് 10% ആണ് അതിൻ്റെ റൈറ്റ് എങ്കിൽ 10 lakh ക്യാൻ ബി ഇമ്പോർട്ടഡ് ഡ്യൂട്ടി ഫ്രീ. റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് only is possible to be imported. The raw material used in final export product only can be imported duty free. ഓക്കെ, ഇത് ട്രാൻസ്ഫറബിൾ ആണ്. ഓക്കെ, ഇത്തരം ഇൻസെൻറ്റീവ്സിനെയൊക്കെ നമ്മൾ പറയുന്നത് എക്സിം സ്ക്രിപ്പ് എന്നാണ് പറയുന്നത്. ഈ എക്സിം സ്ക്രിപ്പ് അനുസരിച്ച് എക്സ്പോർട്ടേഴ്സ് ക്യാൻ ഗെറ്റ് ഇമ്പോർട്ട് ഡ്യൂട്ടി കൺസെഷൻസ് ടു എ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ദിയർ എക്സ്പോർട്ട് വാല്യൂ വിച്ച് ഇസ് ട്രാൻസ്ഫർ. ഓക്കെ, ഈ ഫോറിൻ ട്രേഡ് പോളിസി എല്ലാ 5 കൊല്ലവും ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഈ 5 കൊല്ലവും ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് നമ്മൾ എക്സ്പോർട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോറിൻ ട്രേഡ് പോളിസി 2023 തൊട്ട് 28 വരെയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നും പറഞ്ഞിരിക്കുന്നുള്ളൂ. ക്യാഷ് അസിസ്റ്റൻസ് റിസീവ്ഡ് എക്സ്പോർട്ട് ബൈ ആൻ എക്സ്പോർട്ടർ അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കീം. ദെൻ ഡ്യൂട്ടി ഡ്രോബാക്സ്
Okay, then we have discussed all India rates. Car manufacturer 20% ആണ് നമ്മൾ പറഞ്ഞു. Okay, then the rates for duty drawbacks for each industry fixed with the government after every budget. Okay, now drawbacks rates are either a percentage of the free on board value of the exported goods or represent the rate on a per unit basis. അപ്പോൾ ഇത് ഈ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ദി FOB വാല്യൂ. FOB എന്ന് പറഞ്ഞാൽ ഫ്രീ ഓൺ ബോർഡ്. അതൊരു ഒരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ടേമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പിൽ ഇപ്പം സെല്ലറിൻ്റെ റെസ്പോൺസിബിലിറ്റി ഈ ഗുഡ്സ് പോർട്ട് വരെ കൊണ്ടെത്തിക്കുമ്പോഴത്തേക്ക് സെല്ലർ റെസ്പോൺസിബിലിറ്റി തീരുകയാണ്. അപ്പം പോർട്ടിൽ എത്തിക്കുന്ന വരെയുള്ള ഫ്രീ ഓൺ ബോർഡ് ഷിപ്പിൽ ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി തുടങ്ങും. അതുവരെ കൊണ്ടുവരുന്നുള്ള കോസ്റ്റ്, ആ കോസ്റ്റാണ് FOB വാല്യൂ. അപ്പോൾ FOB വാല്യൂയുടെ ഒരു പെർസെൻറ്റേജാണ് സാധാരണ ഇതിൽ ആ സെല്ലറുടെ ഒരു കോസ്റ്റ് വരുന്നത്. FOB വരെ അയാൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി അയാളുടെ കൊണ്ടുവരുന്ന ഒരു കോസ്റ്റ്. വൺസ് അത് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ കോസ്റ്റുകളും അത് വാങ്ങിക്കുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, the buyer is responsible for all costs after the goods pass the ship's rail and the named port of the shipment. ഇത് നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യും എന്നുള്ളതാണ്. ഡ്യൂട്ടി ഡ്രോബാക്ക് അക്കൗണ്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഡ്യൂട്ടി ഡ്രോബാക്ക് ഇൻകമായിട്ട് അക്കൗണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഇൻകം അല്ലാതെ അക്കൗണ്ട് ചെയ്യാം. ഡ്യൂട്ടി ഡ്രോബാക്ക് റിസീവബിളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അതൊരു അക്കൗണ്ടിങ് പ്രൊസീജിയർ നമ്മൾ കാണിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ പറഞ്ഞു ഡ്യൂട്ടി ഡ്രോബാക്സ്, അതായത് അത് ടാക്സബിളാണ്. അത് ബാങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടിയാലോ ഇല്ലെങ്കിൽ ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് കിട്ടിയ രണ്ടായാലും ഇത് ടാക്സബിളാണ്. അത് മാത്രമല്ല ഈ ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് ട്രാൻസ്ഫറബിളുമാണ്. DEP passbook is used when you import, as an amount credited can be used while importing and you may get some discount also. അപ്പോൾ നമ്മൾ DEP പാസ്ബുക്കിനകത്തുള്ള എമൗണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡിസ്കൗണ്ട് അതിനകത്ത് കിട്ടുന്നുണ്ട്. മൊത്തം നമ്മൾ പൈസ കൊടുക്കേണ്ടതിൽ ചെറിയ ഡിസ്കൗണ്ട് അതിനകത്ത് കിട്ടുകയും ചെയ്യും. അതാണ് അതിനകത്തുള്ള ബെനിഫിറ്റ്. When DEPB is sold having a credit of 1 lakh for 1,20,000, the difference is 20,000 taxable under PGBP, as 1 lakh is already taxable. നമ്മൾ നമ്മൾ DEPB അക്കൗണ്ടിൽ എമൗണ്ട് വരുമ്പോൾ തന്നെ അത് ടാക്സബിൾ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ വിൽക്കുമ്പം ആ ഡിഫറൻസ് മാത്രമേ പിന്നെ ടാക്സ് പേ ചെയ്താൽ മതി. എക്സ്പോർട്ട്സ് ഇൻസെൻറ്റീവ്സ് എക്സ്പോർട്ടേഴ്സ് ആണ് നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മൾ നോക്കിയത്. Now section 28(4). Section 28(4) പറയുന്നത് വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് പെർക്വിസിറ്റ് ഫ്രം ബിസിനസ് ഓർ ഫ്രം ദ എക്സസൈസ് ഓഫ് പ്രൊഫഷൻ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് ഫുള്ളി ഓർ പാർട്ട്ലി. അപ്പം നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് അല്ലെങ്കിൽ പെർക്സ് ബിസിനസ്സിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ യൂസ് ചെയ്യുമ്പോഴോ അല്ലാതെയോ കിട്ടുന്ന അത് ക്യാഷായിട്ടോ അല്ലാതെ അത് ടാക്സബിളാണ്. ഫോർ എക്സാമ്പിൾ, ഒരു TV ഡീലർ അയാളുടെ ടാർഗറ്റ് മേ ബി 10 lakhs ആണ്, മന്തിൽ 10 lakhs ആണ്. അയാൾ അച്ചീവ് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് 2 lakhs വർത്ത് 400 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ 2 lakhs എന്ന് പറയുന്നത് PGBP കൊണ്ട് കണക്കാക്കും. 28(5) സം ഓർ റെമ്യൂണറേഷൻ due to or received by partner firm. Now, interest, bonus or remuneration, commission, whatever received by a partner except LLP, limited liability partnership is not included here, shall be taxable under PGBP in the hands of the partner to the extent allowed in the hands of the firm under section 40B. അതായത് നമുക്ക് ഒരു പാർട്ട്ണർക്ക് കിട്ടുന്ന ബോണസോ സാലറിയോ ഇൻകമോ എന്തായാലും റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഒരു ഫേമിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ, അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ടാക്സബിളാണ്. പക്ഷേ അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന എല്ലാ പൈസയും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, പാർട്ട്ണർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഫേമിൽ കിട്ടുന്ന എല്ലാ പൈസയും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനെ ആകുമ്പം പറ്റുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ ഫേമിൽ പിന്നെ ടാക്സ് കൊടുക്കേണ്ടി വരത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം 7 lakhs മാക്സിമം 7 lakhs നമുക്ക് മറ്റുള്ള
സേവിങ്സ് എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് 7 lakhs വരെ ഇപ്പോൾ ടാക്സ് ഫ്രീ ആയിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 21 lakhs ആണ് ഫേമിൻ്റെ ടാക്സ് എങ്കിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, 3 പേര് 7 lakhs വെച്ച് വെച്ചിട്ട് അവർക്ക് 7 lakhs അവർക്ക് ടാക്സ് ഇല്ല, ഫേമിനും ടാക്സ് ഇല്ല. അപ്പോൾ ഗവൺമെൻറ്റിന് പൈസയും കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഗവൺമെൻറ് അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ലിമിറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറയാൻ എങ്ങനെയാണെന്നുള്ളത് സെക്ഷൻ 40B ലിമിറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇൻട്രസ്റ്റ് അവരതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് തോന്നുന്ന ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. 12% മാക്സിമം മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ 15% നമുക്ക് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ 12% മാത്രമേ ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ ഫേമിന്. ബാക്കി 3% ഫേം പൈസ അടയ്ക്കണം. അവരുടെ ഇൻകത്തിൽ നിന്ന് കൊടുക്കുന്നതാണ്, അതിന് പൈസ അടയ്ക്കണം. ഓക്കെ, ഈ 12%-ന് ഈ പാർട്ണറും പൈസ അടയ്ക്കണം. 12% ഇൻട്രസ്റ്റ് കിട്ടുന്നതിന് അവരും അടയ്ക്കണം പൈസ. പക്ഷേ ഷെയർ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ ടാക്സബിൾ എന്ന് വെച്ചാൽ ഷെയർ കൊടുക്കുന്നത് ഇവിടെയാണ്. പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നത് അപ്പം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ച് ഷെയർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കൊടുക്കുന്നത് ടാക്സബിൾ ഇൻകത്തിൽ നിന്നാണ് ഫാം കൊടുക്കുന്നത്. അതുകൊണ്ട് അത് പിന്നെ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പാർട്ട്ണർ ഇറ്റ് ഇസ് നോട്ട് ടാക്സബിൾ. 40B മാക്സിമം പെർമിസിബിൾ റെമ്യൂണറേഷൻ എത്രയാണെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് ഇപ്പോൾ നമുക്ക് 1.3 lakhs വരെ ഇൻകം ഉണ്ടെങ്കിൽ 3 lakhs വരെ ഇൻകം ഉണ്ടെങ്കിൽ ആ ഈ 40Bയിൽ നമ്മൾ പറഞ്ഞു ഇപ്പം 3 lakhs വരെ 90% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് നമുക്ക് കണക്കാക്കാം. അതായത് 2.7 lakhs വരെ. ബട്ട് അത് 3 lakhs താഴെ ആണെങ്കിൽ നമുക്ക് 1.5 lakhsോ 90% വിച്ച് എവർ ഇസ് ഹയർ. അതാണ്. അപ്പോൾ അപ് ടു 1.5 lakhs എന്തായാലും 1.5 lakhs കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈവൻ ഇഫ് ഇറ്റ്സ് ലോസ് ആണെങ്കിൽ തന്നെയും അപ് ടു 1.5 lakhs ആണ് 1.5 lakhs മാക്സിമം കൊടുക്കാം. മോർ ദൻ 1.5 lakhs ആണെങ്കിൽ വിച്ച് എവർ ഇസ് ഹയർ എന്ന് പറയുമ്പോഴത്തേക്ക് 90% ആയിരിക്കും വരുന്നത്. ഇപ്പോൾ 2 lakhs ആണ്, 2 lakhs 90% വരും. ഓക്കെ, അപ്പോൾ അത് 1.5 lakhs മുകളിൽ ഉള്ള എമൗണ്ടിന്. ഓക്കെ, അപ്പോൾ അത് 90% ആണോ 1.5 lakhs എന്ന് നോക്കിയിട്ട് വിച്ച് എവർ ഇസ് ഹയർ. അപ്പോൾ 3 lakhs ആണെങ്കിൽ 2.7 lakhs ഇസ് മോർ ദൻ 1.5 lakhs, അത് 2.7 lakhs വരും. ബാക്കിയുള്ള എമൗണ്ടിൻ്റെ 60% മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 10 lakhs ആണെങ്കിൽ ഫസ്റ്റ് 3 lakhs 2.7 lakhs, ബാക്കിയുള്ള 7 lakhsൻ്റെ 60% 4.2 lakhs മാത്രമേ നമുക്ക് പ്രോഫിറ്റായിട്ട് പാർട്ട്നേഴ്സിന് നമുക്ക് റെമ്യൂണറേഷനായിട്ട് പാർട്ട്നേഴ്സിന് കൊടുക്കാൻ പറ്റും. അതാണ് 40B ലിമിറ്റ് ചെയ്യുന്നത്. മാത്രമല്ല മാക്സിമം ഇൻട്രസ്റ്റ് 12% ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്തിനാണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ 40B ലിമിറ്റ് ദ സാലറി ആൻഡ് ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് ദെർബൈ റിമൂവിങ് the possibility of sharing the whole income of the firm to partners, thereby not paying any tax by the firm. Okay, whatever amount is given, the above limit fixed by 40B is taxable under PGBP. ഇനി സെക്ഷൻ 10(2)A അനുസരിച്ച് പാർട്ട്ണർ ഷെയർ ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആസ് ഡിറ്റർമിൻഡ് ബൈ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എന്തെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ കൊടുക്കുന്നത്, പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊടുക്കുന്നത്. ആ കിട്ടുന്ന പ്രോഫിറ്റ് ടാക്സബിൾ ആണ്. ഓൾറെഡി ഫേം ഈസ് പേയിങ് ടാക്സ് ഫോർ ദാറ്റ്. അതുകൊണ്ട് അത് ചെയ്യേണ്ട കാര്യം ഇല്ല. 40B നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ പറയുന്നത്. ബുക്ക് പ്രോഫിറ്റ് നെഗറ്റീവ് ലോസ് ആണെങ്കിൽ പോലും 1.5 lakhs ആകുമ്പോൾ മാക്സിമം എമൗണ്ട് ടു ബി ഡിഡക്റ്റബിൾ ഓർ റെമ്യൂണറേഷൻ ക്യാൻ ബി പെയ്ഡ് ആസ് പെർ 40B എന്ന് പറയുന്നത് 1.5 lakhs ആണ്. ആൻഡ് ദെൻ അപ് ടു ഫസ്റ്റ് 3 lakhsന് 90% വരെ വരാം. ദെൻ ബാലൻസ് എമൗണ്ട് 60% ബുക്ക് പ്രോഫിറ്റ്. നമ്മൾ സാലറി, കമ്മീഷൻ, PGBP എല്ലാം ടാക്സബിൾ. അത് PGBP ഇൻകം വരെ, സാലറി, കമ്മീഷനും റെമ്യൂണറേഷനും PGBP ഇൻകം വരെ ടാക്സബിൾ ഫോർ ദ പാർട്ട്ണർ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% ആരും PGBP ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, റെൻറ്റ് വല്ലതും റിസീവ് ചെയ്യുന്നുണ്ട്, പാർട്ണർ റിസീവ് ചെയ്യുന്നുണ്ട്, അത് HP ആയിരിക്കും, ഹൗസ് പ്രോപ്പർട്ടിയിലായിരിക്കും. ഷെയർ ഓൺ പ്രോഫിറ്റ് എക്സംപ്റ്റഡ് ആണ്. നമ്മൾ പറഞ്ഞു അത് ഓൾറെഡി ടാക്സ് പെയ്ഡ് ബൈ ദ ഫേം, അതുകൊണ്ട് അത് എക്സംപ്റ്റഡ് ആണ്. സെക്ഷൻ 28(5)A. സെക്ഷൻ 28(5)A പറയുന്നത് നോൺ കോമ്പീറ്റ് ഫീയെ പറ്റിയാണ്. അപ്പോൾ എന്താണ് നോൺ കോമ്പീറ്റ് ഫീ? നോൺ കോമ്പീറ്റ് ഫീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ നോട്ട് ക്യാരിയിങ് ഔട്ട് ആൻ ആക്ടിവിറ്റി ഇൻ റിലേഷൻ ടു എനി ബിസിനസ് പ്രൊഫഷൻ ഇസ് നോൺ കോമ്പീറ്റ് ഫീ. ഓക്കെ, അതാണ് നോൺ കോമ്പീറ്റ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിനുള്ള ഫീസാണ് നോൺ കോമ്പീറ്റ് ഫീ. സാധാരണ ഒരു കാര്യം ചെയ്യുന്നതിനുള്ള ഫീസ് കൊടുക്കുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നതിനാണ് ഫീസ് കൊടുക്കുന്നത്. അതാണ് നോൺ കോമ്പീറ്റ് ഫീ എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ,
for not sharing any know-how, patent, copyright, trademark, license, franchise or any other franchise or commercial rights, information, technical activity to assist in the manufacturing or processing of goods or provisions for services. ഒരു കാര്യം ചെയ്യാതിരിക്കാനോ ഒരു നോഹോവോ അല്ലെങ്കിൽ പേറ്റൻറ്റോ കോപ്പറേറ്റോ ഒരു 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 ടെക്നിക്കോ എന്തെന്ന് വെച്ചാൽ ഒരു ഇൻഫർമേഷൻ നമ്മൾ വേറൊരാൾക്ക് പാസ് ചെയ്തിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫീ ആണ് നോൺ കോമ്പീറ്റ് ഫീ എന്ന് പറയുന്നത്. അതൊരു ടാക്സബിൾ ഉണ്ട് PGBP. പക്ഷേ നമ്മളൊരു റൈറ്റ്, ഒരു സാധനം ഉണ്ടാക്കാനുള്ള റൈറ്റ്, മാനുഫാക്ചറിങ് റൈറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റൈറ്റ് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് നമ്മൾ വിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി വിൽക്കുകയാണ്, അതിന് കിട്ടുന്ന ഫീ എന്ന് പറയുന്നത് അത് ക്യാപിറ്റൽ ഗെയിനാണ്. ഓക്കെ, കാര്യം എന്താണ്, അത് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻസാണ്. അത് PGBP വരുന്നതല്ല. സം റിസീവ്ഡ് ഇൻ ക്യാഷ് ഗെയിൻ ഫോർ ട്രാൻസ്ഫർ ഓർ റൈറ്റ് ടു മാനുഫാക്ചർ, പ്രൊഡ്യൂസ്, process any article or thing or the right to carry on a business is chargeable under the head capital gains. Any compensation received on the Montreal Protocol on substances that deplete the ozone layer is not chargeable under PGBP. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യുന്ന പല ഗ്യാസസ് മറ്റും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്രിയോൺ ഗ്യാസ്, റെഫ്രിജറേഷൻ ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന ഫ്രിയോൺ ഗ്യാസ്, അത് പടിപടിയായിട്ട് നിർത്തലാക്കുക. അപ്പോൾ അതിനൊരു കോമ്പൻസേഷൻ അവർ കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അത് PGBP ഇങ്ങോട്ട് ചാർജ് ചെയ്യില്ല. 28(7)(6) കീമൻ ഇൻഷുറൻസ് പോളിസി. ഓരോ ഇൻഡസ്ട്രി സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഓരോ ബിസിനസ് സംബന്ധിച്ചോളം ചില കീമെൻസ് ഉണ്ടാവും. ആ കീമെൻ എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിയുടെ നട്ടെല്ലായിരിക്കും. അപ്പോൾ അവരെ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ചിലപ്പോൾ തകർന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മുകളിൽ ബിസിനസ് ഓണർ നമ്മൾ കീമൻ ഇൻഷുറൻസ് പോളിസി എടുക്കാറുണ്ട്. എ സം റിസീവ്ഡ് അണ്ടർ കീമൻ ഇൻഷുറൻസ് പോളിസി ആസ് എൻ എംപ്ലോയർ ഇൻക്ലൂഡിങ് ബോണസ് ടാക്സബിൾ ഉണ്ട് PGBP. അങ്ങനെ ഒരു പോളിസി എടുക്കുമ്പോൾ അതിലൊരു ബോണസോ മറ്റും കിട്ടുവാണെങ്കിൽ ആ കിട്ടുന്ന ഒരു ഇൻകം PGBP ഇൻകമാണ് എംപ്ലോയർ ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ആ പറയുന്ന കീമൻ ഇൻഷുറൻസ് പോളിസി എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് സാലറി ഹെഡിലാണ് പോകുന്നത്. എംപ്ലോയിക്കാണ് അത് കിട്ടുന്നതെങ്കിൽ സാലറി ആയിട്ടും, എംപ്ലോയി ഇൻ കേസ് അയാൾ ഡിമേസ് അല്ലെങ്കിൽ മരിച്ചു പോകുന്നിട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലീഗൽ ഹെയർസിനാണ് കിട്ടുന്നതെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആയിട്ട് ചാർജ് ചെയ്യും. ഓക്കെ, സോ a keyman is in a company refers to an employee who is considered crucial to the smooth operation of the business, meaning their absence or disability could significantly impact on the company's profitability or functionality due to their unique skills, expertise or crucial role in key operations. Essentially, they are considered indispensable to the company's success. കമ്പനിയുടെ സക്സസ്സിന് ഇവർ ഇൻഡിസ്പെൻസിബിൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അങ്ങനെയുള്ളവരുടെ മുകളിലാണ് കീമൻ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. Clause 6A, 28(6)(a). Conversion of stock inventory into capital asset. Conversion, treatment, fair market value to be taken. അങ്ങനെ നമ്മൾ സ്റ്റോക്ക് ഇൻവെൻറ്ററി ക്യാപിറ്റൽ അസറ്റായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇൻകമായിട്ട് കണക്കാക്കി അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഡിസൈഡ് ചെയ്ത് PGBP ഇൻകോട്ട് എടുക്കണം. ഓക്കെ, FMB of the inventory on the date of conversion to capital asset and charge it under PGBP income. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എയർ കണ്ടീഷനിങ് വെണ്ടറാണ്. ഓക്കെ, അയാൾ അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് വിൽക്കുന്ന ഒരു വെണ്ടറാണ്. അയാൾ രണ്ട് AC അയാളുടെ ഷോപ്പിൽ നിന്ന് എടുത്ത് ഓഫീസിലേക്ക് മാറ്റി. അപ്പോൾ അയാൾ ഇൻവെൻറ്ററി ആയിരുന്നു എയർ കണ്ടീഷൻ, അത് ഫിക്സ്ഡ് അസറ്റായിട്ട് മാറി. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ഫിക്സ്ഡ് അസറ്റ് ഇൻകം, അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഫിക്സ്ഡ് അസറ്റായിട്ട് കണക്കാക്കി അത് PGBP ഇൻകമായിട്ട് കണക്കാക്കണം. ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വ്യത്യാസം വരും. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള സാധനം ക്ലോസ് സ്റ്റോക്ക് ഇല്ലാത്ത ഒന്നില്ല. അപ്പോൾ ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻവെൻറ്ററി ആൻഡ് ദാറ്റ് വിൽ ബി റിഫ്ലക്ട് ഇൻ ദ ലോസ് ഇൻ ദ P&L. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻസ് വന്ന് ലോസ് ആയിട്ട് വരും. അപ്പോൾ അതിന് ആ ലോസ് ആയിട്ട് വന്ന് ഇൻകമായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിറ്റ് വിൽ ബി കോമ്പൻസേറ്റഡ് ബൈ ട്രീറ്റിംഗ് ദോസ് ഇൻവെൻറ്ററീസ് കൺവേർട്ടഡ് ടു അസെറ്റ്സ് ആസ് ഇൻകം ഇൻ ദ P&L അക്കൗണ്ട് സോ ദാറ്റ് the impact on profit will be nil. 28(7). 28(7) some received or receivable in cash or kind on account of capital assets other than land or goodwill or financial instruments എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ബോൺസ്, ഡിബഞ്ചേഴ്സ് എക്സെട്ര for which deduction claimed for whole of the capital asset under section 35AD specified businesses, okay, are deductible 100%. Okay, are considered as PGBP income.
അതായത് സ്പെസിഫൈഡ് ബിസിനസ് 35 എന്ന് പറയുന്ന സ്പെസിഫിക് ബിസിനസ് ഉണ്ട്. സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് ക്രോസ് കൺട്രി ഗ്യാസ് പൈപ്പ് ലൈൻ ഫോർ എക്സാമ്പിൾ ഒരു വളരെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലൈറ്റ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസ്, അപ്പം കണ്ടെയ്നർ ഡിപ്പോസ് ഉണ്ടാവും, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള സാധനങ്ങളായതുകൊണ്ട് അതിന് 100% ഡിഡക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡിഡക്ഷൻ കിട്ടി. ആ ഡിഡക്ഷൻ ഓൾറെഡി 100% ഡിഡക്ഷൻ കിട്ടിയത് അത് നമ്മൾ വേറെ സമയത്ത് വിൽക്കുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ മറ്റോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തൊരു സം റിസീവ് ചെയ്യുന്നു, ക്യാഷ് ഓർ കൈൻഡ് ഓൺ അക്കൗണ്ട് ക്യാപിറ്റൽ അസറ്റ്സ് അല്ലേ. ആ ക്യാപിറ്റൽ അസറ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടുവാണെങ്കിൽ ദാറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് എൻ ഇൻകം. ആ ഇൻകം നമ്മൾ PGBP ഇൻകമായിട്ട് കണക്കാക്കും. ഓക്കെ. In normal business, only depreciation on capital asset is deductible under profit and loss. Okay. Losses, if any, can be set off against profit and loss. Other business can be carried forward in a academic year. Being transferred, demolished, destroyed, discarded, shall be chargeable under PGBP. അപ്പോൾ ഈ പറയുന്ന 35 ADയിൽ കിട്ടുന്ന നമുക്ക് കൺസെഷൻ കിട്ടിയിട്ടുള്ള ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ആ അസറ്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയോ ഡിമോളിഷ് ചെയ്യുകയോ ഡിസ്ട്രോയ് ചെയ്യുകയോ ഇല്ലെങ്കിൽ സെയിൽ ചെയ്യുക എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇൻകം, ആ ഇൻകം PGBP ഇൻകമായിട്ട് കണക്കാക്കും. ഇനി ഈ 28 ഒരു എക്സ്പ്ലനേഷൻ 2 ഉണ്ട്. 28 താഴെ സെക്ഷൻ 28 താഴെ സ്പെക്കുലേറ്റീവ് ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെക്കുലേറ്റീവ് ബിസിനസ്, പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറഞ്ഞു. വാട്ട് ഈസ് സ്പെക്കുലേറ്റീവ് ബിസിനസ്? ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ്സസ്. Income from speculation business is charged under PGBP, but that business must be deemed as distinct and separate from other business. അത് PGBP ഇൻകം തന്നെയാണ്. ഇൻകം ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് ആയാലും ഇല്ലാതുള്ള ഇൻകം ആയാലും PGBP ഇൻകം തന്നെ. പക്ഷേ സ്പെക്കുലേഷൻ ബിസിനസ് എപ്പോഴും അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമ്മൾ അക്കൗണ്ട് കീപ്പ് ചെയ്യണം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനിൽ നിന്ന് നമുക്ക് ഒരു ലോസ് ഉണ്ടായാൽ അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ മറ്റ് ബിസിനസ്സായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. മറ്റ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിനായിട്ട് മാത്രം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് സ്പെക്കുലേഷൻ ബിസിനസ് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ് സെപ്പറേറ്റ് ചെയ്ത് നിർത്തേണ്ട ആവശ്യമുണ്ട്. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ഇസ് എ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് ദ കോൺട്രാക്ട് ഫോർ പർച്ചേസ് ഓർ സെയിൽസ് ഓഫ് എനി കമ്മോഡിറ്റി ഇൻക്ലൂഡിംഗ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ് ഇസ് സെറ്റിൽഡ് അതർവൈസ് ദാൻ ബൈ ആക്ച്വൽ ഡെലിവറി ഓർ ട്രാൻസ്ഫർ ഓഫ് ദ കമ്മോഡിറ്റി ഓർ സ്ക്രിപ്റ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻട്രാഡേ ട്രാൻസാക്ഷൻസ് ആണ്, വിത്തിൻ ദ ഡേ ആണ്. അത് വിത്തൗട്ട് ആക്ച്വലി ഡെലിവറിങ് ഓർ ട്രാൻസ്ഫറിങ് അല്ലേ ദ ഷെയർസ് വി ആർ ഡൂയിങ് ദ ട്രാൻസാക്ഷൻസ് ആൻഡ് വി ആർ ഗെറ്റിംഗ് സം എമൗണ്ട് ഔട്ട് ഓഫ് ദാറ്റ് ഈസ് സ്പെക്കുലേറ്റീവ് ഇൻകം. ഓക്കെ. ആ ഇൻകം എന്ന് പറയുന്നത് PGBP ഹെഡിൽ ചാർജബിൾ ആണ്. However, it does not cover transaction in respect to trading or derivatives or commodity derivatives. Commodity derivatives ഇല്ലെങ്കിൽ അത് ഡെറിവേറ്റീവ് ട്രാൻസാക്ഷനിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ഓൾസോ ഇറ്റ് ഡസ് നോട്ട് കവർ ട്രാൻസാക്ഷൻ ബൈ എ കമ്പനി ദ പ്രിൻസിപ്പൽ ബിസിനസ് വിച്ച് ഇസ് ദ ബിസിനസ് ഓഫ് ട്രേഡിംഗ് ഇൻ ഷെയർസ് ഓർ ബാങ്കിങ്. ഇപ്പോൾ ഒരു ഷെയർ വിൽക്കുന്ന ഒരു കമ്പനി, ഷെയർ വിൽക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഷെയർ ട്രേഡിംഗ് ആണ് അവരുടെ മെയിൻ ബിസിനസ്. ഷെയർസ് അവരുടെ ഇൻവെൻട്രിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ബിസിനസ് ഇൻകമാണ്. അത് PGBP മെയിൻ ഇൻകമാണ്, അവരുടെ ബിസിനസ് ഇൻകമാണ്. അതുകൊണ്ട് അത് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ കണക്കാക്കില്ല. ലോസ് ഇൻ സ്പെക്കുലേറ്റീവ് ബിസിനസ് ക്യാരിഡ് ഫോർവേഡ് ടു എ സബ്സിക്വൻറ്റ് ഇയർ ക്യാൻ സെറ്റ് ഓഫ് ഓൺലി അഗൻസ്റ്റ് ദ പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് എനി സ്പെക്കുലേഷൻ ബിസിനസ് ഇൻ ദ സബ്സിക്വൻറ്റ് ഇയർ ആൻഡ് ഹെൻസ് മസ്റ്റ് ബി ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ സ്പെക്കുലേഷൻ ബിസിനസ്സിലെ ലോസ് എന്ന് പറഞ്ഞാൽ വേറെ സ്പെക്കുലേറ്റീവ് ബിസിനസ് ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡീമിംഗ് പ്രൊവിഷൻ സ്പെക്കുലേറ്റീവ് ഈ പറയുന്ന ഡീമിംഗ് പ്രൊവിഷൻസ് ഡസ് നോട്ട് അപ്ലൈ ടു കമ്പനി ഹൂസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഇസ് മെയിൻലി ഫ്രം ദ ഹെഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി. അപ്പം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻസ് നടന്ന കമ്പനിക്ക് ഇത് ബാധകമല്ല. Company mainly engage in the business of trading in shares, banking, loans and advances. Then if the company carry out buying and selling of shares, ഇതിനൊന്നും ഇത് ബാധകമല്ല. അതൊന്നും സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ്റെ കണക്കാക്കുകയില്ല. എക്സെപ്ഷൻസ് ഹെഡ്ജിങ് കോൺട്രാക്ട്സ് ഇൻ റെസ്പെക്ട് ടു റോ മെറ്റീരിയൽ ഓർ മെർക്കൻഡൈസ് ഫോർ മാനുഫാക്ചറിങ് ഓർ മെർക്കൻഡൈസിങ് ബിസിനസ് ടു ഗാർഡ് അഗൻസ്റ്റ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് എഫക്ട് ഹിസ് കോൺട്രാക്ട്. എന്താണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്? ഹെഡ്ജിങ് എന്ന് പറയുന്നത് നമ്മൾ ഫോർ എക്സാമ്പിൾ
നമുക്കൊരു ഐറ്റം അത് 2 മാസം കഴിയുമ്പോൾ നമ്മൾ ഡോളർ ഫോർ എക്സാമ്പിൾ ഡോളറിൻ്റെ പ്രൈസ് എക്സീഡ് ചെയ്യും 2 മാസം കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ഡോളർ നമ്മൾ ഹെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് 2 മാസം കഴിയുമ്പോൾ ഈ വിലയ്ക്ക് ഡോളറിന് ഇത്ര രൂപയ്ക്ക് ഞാൻ എടുത്തോളാം. ഓക്കെ, നമ്മൾ ഹെഡ്ജ് ചെയ്യും. അപ്പം നമ്മളത് നേരത്തെ തന്നെ നമ്മൾ ഈ പറയുന്ന എമൗണ്ട് ഹെഡ്ജ് ചെയ്യുകയാണ്. അത് സ്പെക്കുലേഷൻ അല്ല. നമ്മൾ റോ മെറ്റീരിയലിൻ്റെ കേസിൽ വരും. ഫോർ എക്സാമ്പിൾ ഒരു കേബിൾ മാനുഫാക്ചറിങ് കമ്പനിയാണെങ്കിൽ അവർക്ക് കോപ്പർ എന്ന് പറയുന്നതാണ് അവരുടെ കണ്ടക്ടർ യൂസ് ചെയ്യുന്നത്, അവരുടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ. അപ്പോൾ കോപ്പറിൻ്റെ പ്രൈസ് വളരെയധികം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് കോപ്പർ ഹെഡ്ജ് ചെയ്യും. കോപ്പർ ഹെഡ്ജ് ചെയ്യുമ്പോൾ എന്തിനാണ് ചെയ്യുന്നത്? അവർ ചെയ്തിട്ട് ഗാർഡ് അഗൻസ്റ്റ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് അല്ലേ, അതിനുവേണ്ടി അവരുടെ മാനുഫാക്ചറിനെ അത് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അത് സ്പെക്കുലേഷനായിട്ട് കണക്കാക്കരുത്. അപ്പോൾ കാര്യം 2 മാസം ശേഷമുള്ള വില നമുക്കറിയില്ല, നമ്മളത് ഗസ് ചെയ്ത് പറയുകയാണ്. പല ഫാക്ടേഴ്സ്, അപ്പോൾ അതൊക്കെ മാറാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മളൊരു സ്പെക്കുലേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ ഫ്ലക്ച്വേഷൻ കൊണ്ട് നമ്മുടെ ബിസിനസ് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ അത് സ്പെക്കുലേഷൻ ട്രാൻസാക്ഷൻ കണക്കാക്കിയില്ല. ഹെഡ്ജിങ് ഓഫ് കോൺട്രാക്ട് ഇൻ റെസ്പെക്ട് ഓഫ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ് ടു സേഫ് ഗാർഡ് അഗൈൻസ്റ്റ് ലോസ് ഇൻ ഹോൾഡിംഗ് ഓഫ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ് ഫ്രം പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, forward contract entered by a member of forward market or stock exchange, trading of derivatives in a recognized stock exchange, ഇതൊന്നും സ്പെക്കുലേഷൻ അല്ല. ഓക്കെ, ട്രേഡിംഗ് ഇൻ കമ്മ്യൂണിറ്റി ഡെറിവേറ്റീവ്സ് carried out in recognized stock exchange is chargeable to commodities transaction tax under Chapter 7 of Finance Act 2013. Transactions of a company whose main business is trading in shares or banking. ഓക്കെ, ഇങ്ങനെയുള്ളത് അവരുടെ മെയിൻ ബിസിനസ്സും അത് IFOS ആണ്, ഇൻകം ഫ്രോം അതർ സോഴ്സസ് ആണ്. ഇൻട്രസ്റ്റ് ഈസ് PGBP, പക്ഷേ അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PGBP ഇൻകം ആയിരിക്കും. ഈ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി മാർക്കറ്റുമുണ്ട്, കമ്മ്യൂണിറ്റി മാർക്കറ്റുമുണ്ട്. ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻട്രാഡേ നമ്മൾ സ്പോട്ട് മാർക്കറ്റുണ്ട്, ഇൻട്രാഡേ സെയിൽസ് മറ്റും. അത് സ്പെക്കുലേറ്റീവ് ബിസിനസ്സാണ്, അത് PGBP ഹെഡിൽ വരും. ഇൻ്റർഡേ മോർ ദാൻ 1 ഡേ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അത് ഇൻ്റർഡേ ആണ്. അത് ആസ് എ ട്രേഡർ ഇറ്റ് ഇസ് PGBP ഇൻകം, പക്ഷേ ഇൻവെസ്റ്റർക്ക് അത് ക്യാപിറ്റൽ ഗെയിനാണ്. ഓക്കെ, നിങ്ങൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിനായിട്ട് കണക്കാക്കും. ഇനി സ്റ്റോക്ക് മാർക്കറ്റ്, കമ്മോഡിറ്റി സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ മെറ്റൽ, ഓക്കെ, മെറ്റൽസും മറ്റുമാണെങ്കിൽ നോൺ അഗ്രികൾച്ചറാണ്, അത് PGBP ഇൻകമാണ്. പക്ഷേ അഗ്രികൾച്ചർ ഇൻകമാണ് സ്പെക്കുലേറ്റീവ് ആണെങ്കിൽ PGBP ഇൻകമായിട്ട് കണക്കാക്കും. സ്പെക്കുലേഷൻ ബിസിനസ് അത് സ്പെക്കുലേറ്റീവ് ബിസിനസ് കണക്കാക്കും. ഓക്കെ, നൗ ഷെയറിൻ്റെ കാര്യത്തിൽ ഒരു ഇൻവെസ്റ്റർക്ക് സെയിൽ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിനും ഡിവിഡൻ്റ് ആണെങ്കിൽ IFOS ആയിരിക്കും. ദെൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ ഇൻവെൻട്രി ആണെങ്കിൽ ട്രേഡിംഗ് നടത്തുവാണെങ്കിൽ സെയിൽ PGBPയും ഡിവിഡൻറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസും ആയിരിക്കും. സെക്യൂരിറ്റി ഡെമേജസ് ബോണ്ടൊക്കെ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാണെങ്കിൽ ഇൻവെസ്റ്റർക്ക് അത് സെയിൽ ക്യാപിറ്റൽ ഗെയിനും ഇൻട്രസ്റ്റ് IFOSും ആയിരിക്കും. ഇൻവെൻട്രി ആണെങ്കിൽ സെയിൽ ക്യാപിറ്റൽ ഗെയിനും ഇൻട്രസ്റ്റ് IFOS ആയിരിക്കും. Trading in shares are done through demat accounts of NSDL or CDSL. CDSL എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ഇന്ത്യ ലിമിറ്റഡ്. NSDL എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ലിമിറ്റഡ്. ഇതെല്ലാം സബ്സിഡറീസ് ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സബ്സിഡറീസ് ആണ്. ഓക്കെ, ഇതെല്ലാം വെച്ചിരിക്കുന്നത് to help investors, financial institutions and government agencies to buy, sell and store financial security ഇലക്ട്രോണിക് ട്രാൻസാക്ഷന് വേണ്ടി ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നത് NSDL CDSLൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ എടുക്കുക ത്രൂ ബാങ്കാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെയാണ്. അപ്പം അത് നമുക്ക് ബ്രോക്കേഴ്സ് കാണും, ആ ബ്രോക്കേഴ്സ് ഫീ ആയിരിക്കും ഇത് എടുക്കുന്നത്. അതിന് ബ്രോക്കർ ഫീക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഈസ് ആപ്ലിക്കബിൾ ഓൺ ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ഇൻട്രാഡേ ട്രേഡിംഗ് ഇൻകം വിത്തൗട്ട് ആക്ച്വലി സെല്ലിംഗ് ഓർ ബൈയിങ് ഓർ is a speculation income. The trading happens from 9:15 to 15:30 hours, Monday to Friday. Monday to Friday രാവിലെ 9:15 തൊട്ട് ഉച്ച കഴിഞ്ഞ് 3:30 മണി വരെയാണ് നടക്കുന്നത്. The shares will be reflected in the demat account only after 15:30 hours. In case there is a difference in shares at the end of the day, you can then only that will be reflected in this. You can sell shares even when you don't have the same in your demat account and buy at a lower rate within the same day without affecting the demat account. They will be making speculative income. Okay, അത് ഇൻട്രാഡേ ട്രാൻസാക്ഷൻസ് ആണ് ഇതല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം ഓൾമോസ്റ്റ് ചാർജബിൾ സെഷൻ 28 നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞു.
ഇനി അടുത്തുള്ളത് സെഷൻ 41 ഒരു പാർട്ടാണ്. അത് നമ്മൾ അടുത്ത സെഷനിൽ കവർ ചെയ്യുന്നതായിരിക്കാം. എന്തായാലും നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്തു, വലിയ ഒരു ഭാഗം അതിൻ്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. പാർട്ട് 1 PGBP ഫസ്റ്റ് സെഷൻ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പാർട്ട് 1 PGBP 2 നമ്മൾ ഈ 41 പാർട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും വളരെ ഇൻട്രസ്റ്റോടെ ഇത് കേട്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. റിപ്പീറ്റ് ചെയ്ത് കണ്ട കാര്യം ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മാത്രമേ ഇത് നമുക്ക് ഹൃദയസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് വീണ്ടും കാണാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്.